കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് വീഡിയോ എന്താ അറിയോ? ഇന്ന് ഞങ്ങളെ പുതിയ പറമ്പിലേക്ക് പോവുകയാണ്. അവിടെ പണിക്കാരുണ്ട്. ഇത് കാപ്പിത്തയ്യൊക്കെ വെച്ചത് മഴ ആയതുകൊണ്ട് ജൂണിലാണല്ലോ വെക്കൽ. ഭക്ഷണം കൊണ്ടുപോകണം. പോകുമ്പോൾ ഞാൻ എന്തൊക്കെ എടുക്കുന്നുണ്ടെന്ന് അറിയാം തോട്ടത്തിലേക്ക്. എൻ്റെ ഈ ബോഗൺവില്ലൻ്റെ കുറേ കമ്പുകൾ, പല നിറങ്ങളിലുള്ള കമ്പുകൾ. ആ തോട്ടം റോഡ് സൈഡാണ്. ഇപ്പോൾ റോഡ് സൈഡിൻ്റെ ആ സൈഡിലൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ ജൂൺ മാസം എന്ന് പറഞ്ഞാൽ ബോഗൺവില്ല നട്ടുപോയി കിടന്നുറങ്ങിയാലും ബോഗൺവില്ല വേര് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പലതരം വർണ്ണങ്ങളിലുള്ള ബോഗൺവില്ല വെട്ടിയിട്ട് ആ പറമ്പിലേക്ക് പോവുക കേട്ടോ. എനിക്കിപ്പോൾ അത് കാണാൻ ആസ്വദിക്കാൻ ഞങ്ങൾ അവിടേക്ക് എപ്പോഴെങ്കിലേ പോക്കുള്ളൂ. പക്ഷേ ജനങ്ങൾ ആസ്വദിച്ചോട്ടെ, നമ്മളോണ്ട് അങ്ങനെയുള്ളൊരു ഉപകാരം. എൻ്റെ വേറൊരു പറമ്പിൽ ഞാൻ കുറേ ചെണ്ടുമല്ലി അങ്ങ് നട്ടു. കാരണം ഓണാകുമ്പോൾ മക്കൾ പൂ പറിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകണമല്ലോ, അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മളോട് ഇപ്പം അങ്ങനെയൊക്കെയല്ലേ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഞാൻ ബോഗൺവില്ല വെട്ടുക കേട്ടോ. ഇതൊക്കെ ഇപ്പം കുറച്ച് വെട്ടി കൊണ്ടുപോകും. ഇതൊന്നും വെട്ടുന്നില്ല, നല്ല പൂ തൂങ്ങിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ തൊക്കട് വെട്ടുക. പിന്നെ അവിടെ മാങ്ങയുണ്ട്. മാങ്ങ ഉള്ളിൽ വെള്ളമൊന്നും ആയില്ലേക്കും, നല്ല മാങ്ങ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആ മാങ്ങയും പറിക്കണോ, പിന്നെ ഇത് കുത്തി കൊടുക്കണോ, അങ്ങനെ കുറേ ഉദ്ദേശം വെച്ചിട്ട് ഫുഡ് റെഡിയാക്കിയിട്ട് കൂടി പോവുക കേട്ടോ. ഞാൻ ബോഗൺവില്ല വെട്ടട്ടെ. ഈ വണ്ണം മതി, പെൻസിലിൻ്റെ ഒരു വണ്ണം മതി. രണ്ടും കുത്തി കൊടുക്കണ്ടാണ്, ഉണ്ടായിക്കോട്ടെ. നമുക്കിപ്പോൾ എന്താ ഇഷ്ടം പോലെ കമ്പിൻ്റെ അടുത്തുണ്ട്. ഇതിന് ഭയങ്കര ഭയങ്കര മുള്ളെന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാ. കുറേ നീളത്തിലാണ് കുത്തി കൊടുക്കണം. ഒക്കെ എൻ്റെ പ്ലാനിങ്ങാണ്. ഫുള്ള് വെട്ടിയിട്ട് കാണിച്ചു തരാം. വെട്ടി നുറുക്കി മണ്ണെല്ലാം ഉണ്ട്, പെൻസിൽ പോലത്തെ ഉണ്ട്. കാറിലങ്ങ് വെച്ചാൽ ഇപ്പോഴേത് പറ്റുള്ളൂ. നല്ല ചുവപ്പുള്ളൊക്കെ പൂവൊക്കെ പൂക്കി. അങ്ങനെ തോട്ടത്തിലേക്ക് പോവുക. ഫുഡ് ഇതിലുണ്ട്, ചാക്ക് എന്തെങ്കിലുമൊക്കെ മാങ്ങണ്ട്, പിന്നെ ചപ്പൊക്കെ വയറിനപ്പെടുത്തൊക്കെ തീർന്ന് എന്തെങ്കിലുമൊക്കെ നടിയൊക്കെ വേണ്ടേ. ചാണകട കോരിയെടുക്കുക, കൂടിയായിട്ട് പോവുക. ബാക്ക് വെക്കട്ടെ. ഞങ്ങൾ പുറപ്പെട്ടു. ഇനി ഒരിറക്ക. ഈ ഇറങ്ങുന്ന എങ്ങോട്ടേക്കാണെന്നറിയോ? ഒരു വയലിലേക്ക്. ഈ വയലിലേക്ക് അങ്ങ് ഇറങ്ങി അതിനടുക്ക് കയറില്ല. കയ്യിൽ ലഗേജൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നടന്നാൽ മതി. പക്ഷെ ഞങ്ങളെപ്പം വരുമ്പോൾ എന്തെങ്കിലും ലഗേജ് ഉണ്ടാവും. അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും. വയലൊക്കെ നോക്കി ഞങ്ങളിവിടുത്തെ എന്ത് മനോഹരമായ വയൽ. ഇവിടെയൊക്കെ കൃഷിക്കാരാണ് കൂടുതലും. ഇവിടെ കയ്പയാന്ന് തോന്നുന്നുണ്ട്, പാവക്ക. ആ കൃഷി അവിടെയൊക്കെ കൃഷി. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇതാട്ടോ സ്ഥലം. ഗേറ്റൊക്കെ വെച്ചതാ. ഇനിയിപ്പോൾ ഗേറ്റ് തുറക്കണം. കാറങ്ങ് പോകണമെങ്കിൽ ഞാൻ ഗേറ്റ് തുറക്കട്ടെ. അങ്ങനെ ഞങ്ങളെ കാറിങ്ങ് പോന്നു. തോട്ടത്തിലെത്തി. എത്ര പെട്ടെന്നായി പുല്ല് വന്ന് നിറഞ്ഞത്. ഇതെല്ലാം വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ. രണ്ടാമത് വീണ്ടും മാവ് കണ്ടൊക്കെ കുഞ്ഞി മാവാ, പക്ഷെ നിറയെ മാങ്ങണ്ട്. കണ്ടോ, ഇത് നല്ല സ്മെല്ലാന്നറിയോ. ജമ്മൂ ഇതൊക്കെ എത്തിനോടത്തോളം ഞാനങ്ങ് പറിക്കട്ടെ എന്ന് വിചാരിച്ച്. കൈ എത്തിനോടത്തോളം. താഴെ ഒരു കൊള്ള. നിങ്ങളെ മാങ്ങൊക്കെ തീർന്നോ? എന്തായാലും പേടിയാവുക. കാര്യമായിട്ട് ഞാൻ ഈ പറമ്പിൽ വന്നത് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരണോ, മാങ്ങ പറിക്കണോ, ചക്ക വേണോ, പിന്നെ മെയിനായിട്ട് ചീമക്കൊന്ന. ഈ ചീമക്കൊന്നല്ലേ നൈട്രജൻ്റെ ഒരു കണ്ടന്റ്, ഫുൾ നൈട്രജനാണ്. ഇതങ്ങ് ഇട്ട് കൊടുത്താൽ ചെടികൾ റോക്കറ്റ് സ്പീഡിൽ വളരും.
അപ്പോൾ ഞാൻ ഇത് കണ്ടു വെച്ചു. ഇവിടെ കുറേ ശീമക്കൊന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാസത്തിൽ വെട്ടിക്കൊടുത്താൽ ചുറ്റും ശാഖകളുണ്ടാവും. അതുകൊണ്ട് വെട്ടിയെന്ന് വിചാരിച്ച് സങ്കടപ്പെടിയൊന്നും വേണ്ട, നല്ലോണം ഉണ്ടാവും. ആ ചാക്ക് നോക്ക്, അല്ലോ ചാക്ക് ഫുള്ള് ശീമക്കൊന്ന്. ഇത് കിട്ടണോടത്തോളം നോക്ക്. ചക്ക നമുക്ക് തന്നെ കിട്ടും. നോക്ക്, അടി തൊട്ട് ചക്കയാ. നമുക്ക് ചക്ക പുഴുക്കുണ്ടാക്കുക, ചക്ക പപ്പടം ഉണ്ടാക്കുക, ചക്ക വട ഉണ്ടാക്കുക, ചക്ക പായസം ഉണ്ടാക്കുക. എത്രയാണുള്ളത്. ഞാൻ ഒന്നും എടുക്കട്ടെ, ഇവിടുന്ന് ഇതൊന്ന് വിട്ടട്ടെ, താഴെ വീണോട്ടെ. രണ്ടും കൂടി കയ്യൂര പിടിക്കലും. അങ്ങെത്തിപ്പോയി. ഒന്നതാ പോണ്. ഈ കാപ്പിക്കിട്ട വളം മുഴുവൻ പ്ലാവ് എടുത്തു പോയോ. ഒന്നുകൂടിയും പറിക്കട്ടെ കേട്ടോ. ചക്കത വലുത് മുകളിൽ ഞാൻ അതപ്പം എടുക്കുന്ന ഒന്ന് പറിച്ചു. ഇനി ഒന്നും കൂടെ ഉണ്ട്. മേലത്ത് ഇതൊക്കെ ചക്കയാ. എന്താ താഴെ ചക്കയാ. ഇനിയാണ് ബോഗൺവില്ല നടൽ. മാങ്ങ പറിച്ചു, ചക്ക വലിച്ചു, പിന്നെ ഒരു ചാക്ക് ശീമക്കൊന്ന എടുത്ത്. ഇനി ഞാനിത് കുറേ പ്ലാനിങ്. ആ പ്ലാനിങ് എല്ലാം കഴിയണം ഇവിടുന്ന് പോകണമെങ്കിൽ നല്ല റാഹത്ത് കിട്ടുള്ളൂ. ഇങ്ങോട്ടേക്ക് എന്തൊക്കെയോ കൊണ്ടുവന്ന് ഇനി ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കാറ് നിറച്ചുക. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഞാൻ ചെടി നടാണ്ടിരിക്കൂല. ഈ സ്ഥലം പുതുതായിട്ട് എടുത്തപ്പോൾ കഴിഞ്ഞ കൊല്ലം പറ്റൂലായിരുന്നു, കാരണം സമയം തെറ്റിപ്പോയി. ഇക്കൊല്ലം ഞാൻ അതേ പ്ലാൻ ചെയ്തു. എൻ്റെ എല്ലാ പോകാൻ വലിയ വരിയായിട്ട് നടണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് നടാൻ പോകുക. ഞാൻ പറഞ്ഞ ഇങ്ങനെ കുത്തനെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എപ്പം പറയുന്നുണ്ട്, ബോഗൺവില്ലേൻ്റെ മുള്ളിൻ്റെ തൊട്ട് താഴെയുള്ള ഇല ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്. താഴെ ഇലയാണെങ്കിൽ ഇതാണ് താഴ്ഭാഗം. അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് പാരയും വേണ്ട, കൈക്കോട്ടും ഒന്നും വേണ്ട, കുത്തി കൊടുക്കണേ ഉള്ളൂ. എല്ലാ പുല്ലും ഇങ്ങനെ വെട്ടീന് അല്ല ആഴത്തിൽ പോയിക്കോട്ടെ. നമുക്ക് അങ്ങനെ ഒന്നും വരാൻ കഴിയൂല. ഇവിടേക്ക് ചുറ്റുമുള്ളത് പുല്ലങ്ങ് പൂക്കുക. എന്നിട്ട് മണ്ണ് കുറച്ച് മേലെ കയറ്റി കൊടുക്കുക. അവിടെ നിന്നോളൂ. 2 കഴിഞ്ഞ്. മൂന്ന് താൻ പോവുക കേട്ടോ. റോഡ് ഇതാണ് റോഡ്. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വരിയായിട്ട് വന്നാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ എപ്പം പറയും. ഭാവനയെ കണ്ട് എന്നുള്ള അങ്ങനെ കാണുന്നുണ്ട്. നല്ല ഭംഗി ഉണ്ടാവും. നിങ്ങളെ അഭിപ്രായം എന്താ? ഞാനവിടെ ആദ്യം തന്നെ ഒരു കുത്തീന്. അതുകൊണ്ട് നമുക്ക് എപ്പം നടുമ്പോൾ ശ്രദ്ധിക്കണം. അടിയും മേലെ അതാ എനിക്ക് കിട്ടാത്ത. എന്നേക്കോളൂ. ഇടത്തെ കൈ കൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവൂലേ. ഒരു കയ്യിൽ ഇതും ഞാൻ കുത്തി അടച്ചേന്. നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് നോക്കുക. ഇതൊക്കെ ഭയങ്കര രസമാണ്. സ്കൂൾ പോണ മക്കൾക്ക് ഇത് 2 കഷ്ണമാക്കാം നമുക്ക്. ഇവിടെ ഞാൻ പാരനോണ്ട് അങ്ങനെ ഒരു ഇറക്കീന്. ഇറങ്ങിയത്. അല്ലേ ഇറങ്ങൂര. മഴ എത്ര പെയ്തിട്ടും ഭൂമി അങ്ങനെ പുതിർന്നില്ല കേട്ടോ. കുറേയും കൂടെ കൊണ്ടുവരും. കുറഞ്ഞു പോയി. കൊണ്ടുവന്ന് ഞാൻ തെറ്റിപ്പോണ്ടായി വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ അടി നമ്മളല്ലോ നോക്കണം. ഇവിടെ ഇടുന്നുണ്ട്. ഇനി ഇത് നിങ്ങളൊക്കെ എങ്ങനെ നടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ നടയിലുണ്ട് ഇങ്ങനെ എന്നുള്ളത്. അങ്ങനെ ബോഗൺവില്ല ഫുള്ള് നട്ടതാ. ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങോളതാ ഉണ്ടോ അപ്പുറം കാപ്പി ഉണ്ടില്ലേ അടം വരെ വിട്ട് നട്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്ങനെ കാട്ട് കൊണ്ടുപോയി നട്ട്, അത് മരുന്നടിച്ചതാ. പുല്ലൊക്കെ പൊയ്ക്കോളും നാളെയും മറ്റന്നാളും. അതിന് ശേഷമാണ് ഞങ്ങളിത് നട്ടത് കേട്ടോ. അതെ, ഞങ്ങൾക്കുണ്ട് ഇത് നട്ട് കഴിഞ്ഞാൽ ഇത് നാളെ മറ്റന്നാളായിട്ട് പുല്ലങ്ങ് പോവും. അപ്പോൾ അതവിടെ നിൽക്കും ബാക്കിയുള്ളത്. അപ്പം മഴയും കിട്ടുന്നുണ്ടല്ലോ.
അപ്പോൾ ആരെങ്കിലും നടാത്തവരുണ്ടെങ്കിൽ ബോഗൺവില്ല ജൂൺ മാസം കഴിയാനായി നട്ടോളൂ കേട്ടോ. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ. ഇതിങ്ങനെ പണ്ടൊക്കെ വേലിമലയിരുന്നു ഈ ബോഗൺവില്ല ഉണ്ടാവുക. ഇതിപ്പോൾ ഇനി രണ്ടാമത് വീണ്ടും തുടങ്ങി ഞങ്ങൾ വേലിമേൽ നിറയെ അങ്ങ് വെച്ച് കൊടുത്തു, പല കളറിലുള്ള. ഇതാ കണ്ട റോഡ്, എന്താ റോഡ്, ഇനി റോഡ് നന്നാക്കേണ്ടിയുണ്ട് നന്നായി. ഇപ്പം എവിടെ ഉള്ളതെന്നറിയാമോ? തോട്ടത്തിൻ്റെ കാറ് കൂടെ ഇങ്ങോട്ട് കൊണ്ടുവച്ചിക്ക. ഒരു പ്ലാവെന്ന് ചക്ക പറിച്ചെടുക്കാണ്ട് വലിക്കാണ്ട് കത്തി വെച്ചിട്ട് മുറിച്ചും കൊണ്ടുവന്നു ചക്ക. അപ്പോൾ ഞാൻ തോട്ടത്തിൽ വന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ വളം കിട്ടി. പിന്നെ ഇത് ശീമക്കൊന്ന ഒരു ചാക്ക് കുത്തി നിറച്ച് മാങ്ങ കിട്ടി. ഇനി ഇതാ വയറ് നിറച്ച് ചക്കയും. പിന്നെ നമ്മൾ കേൾക്കലില്ല, വേണമെങ്കിൽ ചക്ക വേരിൽ നിന്നുള്ളതാ, ശരിക്കും വേരിൽ മുളച്ചതാ ഈ ചക്ക. കണക്ക് ഈ ചക്ക ഞാൻ വലിച്ചെടുത്തില്ല, നോക്ക് ഇതാ ഇമ തന്നെ ഉള്ള. ഇതിന് പകുതി മുറിച്ചെടുത്താ ഇത് മതിയേനു. അതുകൊണ്ട് നോക്ക് എന്താ നല്ല പഴുത്ത ചക്ക മരത്തുമെന്ന് പ്ലാവുമെന്ന് വേറിരിച്ചില്ല, ഇവൻ തന്നെ മുറിച്ച. ഓ എൻ്റെ അമ്മോ, ഇവിടുത്തെ ചക്കൻ്റെ വലിപ്പം നോക്ക്. ഓ ഇതിൻ്റെ ഒരു വലിപ്പം ഈ മേല് നിറച്ചുണ്ട്. മുകളിൽ 3-4 ഒന്നതാ പഴുത്തോ. ആ ഈ ബാഗ് താഴുള്ളത് വേണമെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുപോകും ഇൻഷാ അല്ലാ. അല്ല ഈ ചക്ക ഇവിടെ ഇട്ട് പോകുക, എന്തോരം ഡിമാൻഡുള്ള ചക്ക ഇത്. എൻ്റെ അമ്മോ, പ്ലാവുമ്പം തന്നെ വെട്ടി തിന്നാന്ന് കേൾക്കലുണ്ട്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് പോവാന്ന് വെക്കുക. അതാ കാപ്പിക്ക് കൊണ്ടുവന്ന വളം കുറേ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചാക്ക് ഇങ്ങോട്ട് എടുത്ത് എനിക്ക് എൻ്റെ പച്ചക്കറിക്ക് ചാണകതാ അവിടെ നിന്ന് കോരിയതാ അവിടെതാ. ഇനി ഇതെന്താ അറിയോ, ശീമക്കൊന്ന വെട്ടി ഇങ്ങോട്ട് എടുത്ത് നിറച്ചു. ഒന്നും വെയിറ്റ് ഇല്ല കേട്ടോ. എന്നോട് എല്ലാവരും പറയും ഇങ്ങനെ വെയിറ്റ് പിടിക്കരുത്, ഇതൊന്നും വെയിറ്റ് ഇല്ല. ഓ ഇനി ഒരു ചക്ക ഉണ്ട്, ചക്ക എവിടെ വെക്കുന്നുള്ളതാ. ഇനി ചക്ക ഒരു ചക്ക ഇവിടെ വെക്കട്ടെ. പ്ലാസ്റ്റിക്കിൻ്റെ കവർ പൊതിച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇതാ ഇത് ഈ ഒരു ചക്ക എനിക്ക് ചക്കപ്പപ്പടം ഉണ്ടാക്കണം വിചാരിച്ചിക്കുക. ചക്കപ്പപ്പടം വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവർ പറയണം, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതാ ഇതെല്ലാം ശീമക്കൊന്ന ഇത് ഇനിയുണ്ട്. അടുത്തത് മാങ്ങയാ ഇത്. ഇതാ മാങ്ങ. അപ്പോൾ എന്തൊക്കെ കിട്ടി നമുക്ക് പറമ്പ് വന്നപ്പോൾ, എല്ലാം കുത്തി നിറച്ച് ഇതിലിട്ട്. ഇനിയിപ്പോൾ കാറ് റിവേഴ്സ് പോകണം, റോട്ട് വരേക്ക് ഇതാ റിവേഴ്സ് പോകണം. ഇനി മെല്ലെ അങ്ങ് പോട്ടെ, പുരയിലേക്ക് പുരത്തിരി കാണിച്ചു തരാം. മെല്ലെ പോരി ബാക്കോട്ട്. ആ റോഡെത്താനായി. ആ ആ ഇനി ഇങ്ങനെ ബാക്കോട്ട് റോഡെത്തി. ഇല്ലല്ല നടുക്കൂടി തന്നെയാ. ആ വളവിന് ഒക്കെ ഇപ്പം ശരിയായി. അങ്ങനെ പുരയിലെത്തി. എന്തൊക്കെയോ കൊണ്ടുവന്നിന് തുറക്കട്ടെ. എൻ്റെ മൂടിക്ക് ശരിക്കും അടങ്ങിയിട്ട് ഒച്ച വന്നിരുന്നു. എന്താ അടിയാനുള്ളത്? ഇതൊക്കെ കുറേ മാങ്ങ അങ്ങോട്ട് വീണുപോയി. കുറേ മാങ്ങ വീണെടുക്കുക. ഇതവിടേക്ക് ഈ പാത്രത്തിൽ ചെരിഞ്ഞാലോ നമുക്കൊന്നായിട്ട്. അങ്ങനെ നല്ല അടിപൊളി മാങ്ങ കിട്ടി. ഇനി പഠിപ്പിച്ച് ഓരോന്നോരോ കാറിലുണ്ട് കുറച്ച് വീണെടുക്കുന്നത്. ഇതിന് നല്ല ഉളൂർ മാങ്ങ ഇത് കേട്ടോ. നോക്ക് തിന്നത് ആ മണം. കിലോന് 70 അത് 100 കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടല്ലേ നമ്മൾ നട്ടുപിടിപ്പിച്ച എന്തൊക്കെ കിട്ടും.
ലാഭം. ഇനി എൻ്റെ മെയിൻ ചക്ക ഉണ്ട്. ഇനി ചീമക്കൊന്ന ഞാൻ കാര്യമായിട്ട് പോയത്. പിന്നെ ചക്കൻ്റെ ജീവനാണല്ലോ ചീമക്കൊന്ന. ഇത്രയും ഞാൻ നിറച്ചിട്ട് എന്താ വെയിറ്റ് എന്നറിയോ? ഇതെല്ലാം ചീമക്കൊന്നയാ. തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തോട്ടത്തിൽ നിന്ന് വേറെ ഒരു തോട്ടത്തിലേക്ക് ഇനിയൊക്കെ പെറുക്കിയിടണം. അതവിടെ വീട് എടുക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി ചക്ക മാറ്റട്ടെ, ചക്ക കാർന്നിങ്ങ് മാറ്റട്ടെ. ഇതെവിടെ ഉണ്ട്? ഓ മാങ്ങ ഇതിൽ കുറേ വീണെടുക്കുന്നുണ്ട്. ചക്ക കാറിലായില്ല ഷീറ്റില്ല. ഇനി ഇത് നമുക്കാവൂല, ഇത് വളം. ഇതിന് 2 ആൾ വേണം. അതായിട്ട് മാങ്ങ ഇതിലുണ്ട്, പെറുക്കണം. കുറേ വീണുപോയി. ഇതെടുക്കട്ടെ. ചാണകം പിന്നെ എടുക്കാവൂല. ചാണകം ദിവസം എന്തെങ്കിലും നട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ മണ്ണ് മാത്രത്തെ നമ്മൾ നട്ടാൽ ഒന്നും ഉണ്ടാവൂല. ഇതൊക്കെ നോക്ക്, എന്താ കാബേജ് ഉണ്ടോ? കാബേജ് 2 ആഴ്ച മുമ്പ് നട്ട് ഇങ്ങനെ ആളായി വരുന്നത് കണ്ടോ? ഇത് ഞാൻ ഇന്ന് നട്ടതാ, ഇത് ഇന്ന് പറിച്ച് നട്ടതാ. ഇതിലൊക്കെ എനിക്ക് വളം വേണം. അതുകൊണ്ട് ഞാൻ എന്നാ അതീനിയൊക്കെ ഉഷാറായി വരും. തെളിഞ്ഞു വന്നല്ലോ, അത് മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. പുതിയ തോട്ടത്തിൽ പോകാനുള്ള ഉദ്ദേശം പറഞ്ഞു തന്നല്ലോ. ബോഗൺവില്ല വരിയായിട്ട് അങ്ങ് നട്ടു. അതിന് പിന്നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത് ഇതൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു. എൻ്റെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാറുണ്ട്. എൻ്റെ വീഡിയോയിൽ ഷെരീഫിൻ്റെ കമൻറ്റ് കണ്ടിട്ട് ഇക്കെന്നെ കണ്ണിന്ന് വെള്ളം വന്നു കേട്ടോ, കണ്ണ് നിറഞ്ഞു പോയി. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എൻ്റെ കണ്ടിട്ട് നല്ല കമൻറ്റ് വരുന്നു കേട്ടോ. എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.